ഹരേ കൃഷ്ണ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സൂര്യദേവനിൽ നിന്നും ഉദ്ഭവിച്ച ദിവ്യ ആയുധങ്ങളെ കുറിച്ച് പറയാം. സൂര്യദേവന്റെ പത്നിയായ സജ്ഞയ്ക്ക് സൂര്യദേവന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ വന്നു. അതിനാൽ സൂര്യദേവനുമായി അടുത്തിടപെടാൻ കഴിയാതെ വന്നപ്പോൾ സജ്ഞ തന്റെ രൂപത്തോട് സാമ്യമുള്ള ഒരു നിഴൽ രൂപത്തെ സൃഷ്ടിച്ചു. ഈ നിഴൽ രൂപത്തിന് ഛായ എന്ന് പേര് നൽകി. സജ്ഞയുടെ മക്കളായ യമൻ, യമി എന്നിവരെ പരിപാലിക്കാനുള്ള ചുമതല ഛായാദേവിയെ ഏൽപ്പിച്ച ശേഷം സജ്ഞ തന്റെ പിതാവായ വിശ്വകർമാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി തപസ് അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. വിശ്വകർമാവ് സൂര്യദേവന്റെ അടുത്ത് ചെന്ന് തന്റെ മകൾക്ക് എന്തുകൊണ്ട് സൂര്യന്റെ അടുത്ത് നിൽക്കാൻ കഴിയാത്തതെന്ന് മനസ്സിലാക്കി. വിശ്വകർമാവ് സൂര്യന്റെ തേജസ് കുറിക്കുകയും ആ തേജസ് ഉപയോഗിച്ച് ദിവ്യമായ ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ഈ ദിവ്യമായ ആയുധങ്ങളാണ് സുദർശന ചക്രം, ത്രിശൂലം, വേൽ എന്നിവ. വിഷ്ണു ഭഗവാന് സുദർശന ചക്രം സമ്മാനിച്ചത് പരമശിവനാണ്. ഒരിക്കൽ ലോകരക്ഷയ്ക്കായി ഒരു ആയുധം ലഭിക്കാൻ മഹാവിഷ്ണു പരമശിവന് 1000 വർഷത്തോളം തപസ്സനുഷ്ഠിച്ചു. ഓരോ ദിവസവും 1000 താമരപ്പൂക്കൾ വീതമാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ മഹാവിഷ്ണുവിനെ പരീക്ഷിക്കാനായി മഹാദേവൻ ഒരു ദിവസം താമരപ്പൂക്കളിൽ നിന്നും ഒരെണ്ണം മാറ്റിവെച്ചു. പൂക്കളിൽ നിന്ന് ഒന്ന് കുറഞ്ഞപ്പോൾ തന്നെ വിഷ്ണു ഭഗവാന്റെ താമര പോലെ ഇരിക്കുന്ന സുന്ദരമായ തന്റെ കണ്ണ് കുത്തിയെടുത്ത് താമരപ്പൂവായി സങ്കല്പിച്ച് മഹാദേവന് സമർപ്പിച്ചു. വിഷ്ണു ഭഗവാന്റെ ഈ ഭക്തിയിൽ സന്തുഷ്ടനായ പരമശിവൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയേറിയ ആയുധങ്ങളിൽ ഒന്നായ സുദർശന ചക്രം മഹാവിഷ്ണുവിന് സമ്മാനിച്ചു. ധർമ്മത്തിന് ക്ഷതം സംഭവിക്കുമ്പോൾ ശത്രുക്കളുടെ നാശത്തിനായി വിഷ്ണു ഭഗവാൻ സൂര്യ തേജസ്സിൽ നിന്നും നിർമ്മിച്ച സുദർശനം ഉപയോഗിക്കുന്നു. ത്രിശൂലം വിശ്വകർമാവ് പരമശിവനെ സമർപ്പിച്ചു. എന്നാൽ ശിവപുരാണം അനുസരിച്ച് ശിവൻ സ്വയംഭൂ ആയതിനാൽ തന്നെ ഈ ത്രിശൂലം പ്രതീകാത്മകവുമാണ്. ത്രിശൂലം ശിവന്റെ കയ്യിൽ സദാ ഉള്ളതും അദ്ദേഹത്തിന്റെ ശക്തിയുടെ പ്രതീകവുമാണ്. സൂര്യ തേജസ്സിനാൽ നിർമ്മിച്ച ശക്തിവേൽ പാർവതി ദേവി ശൂരപത്മനെ വധിക്കാനായി തന്റെ പുത്രനായ മുരുകന് കൈമാറി. ഇതെല്ലാമാണ് സൂര്യ തേജസ്സിൽ നിന്നും നിർമ്മിച്ച ദിവ്യമായ ആയുധങ്ങളുടെ കഥ. എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.